ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കർഷകരുടെ ആശങ്കകൾ അകറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മുന്നേറ്റം. 494 പഞ്ചായത്തുകളിൽ ലീഡുമായി എൽഡിഎഫ്, 381 പഞ്ചായത്തുകളിൽ യുഡിഎഫിന് മേൽക്കൈ. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം. പാലക്കാട്, പന്തളം മുനിസിപ്പാലിറ്റികളിൽ എൻഡിഎയ്ക്ക് ലീഡ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഖ്യം രണ്ടാം സ്ഥാനത്ത്. രാജ്യം ഇന്ന് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയം ആഘോഷിക്കുന്നു. ജീവത്യാഗം ചെയ്ത സൈനികർക്ക് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കർഷകക്ഷേമം സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ കച്ചിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ പരിഷ്കരണം കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതനുസരിച്ചാണ് സർക്കാർ നിയമനിർമ്മാണം നടത്തിയത്. പ്രതിപക്ഷ കക്ഷികളും വർഷങ്ങളായി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഭരണകാലത്ത് കാർഷിക പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ അവർ താൽപര്യം കാണിച്ചില്ല. ഇപ്പോൾ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കർഷകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമം ഡൽഹിയിൽ നടക്കുന്നു. കർഷകരുടെ ആശങ്കകളെ അകറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. 121 കോടി രൂപ ചെലവ് വരുന്ന പാൽ സംസ്കരണ, പാക്കിംഗ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. കേരളത്തിൽ 3 ഘട്ടമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽഡിഎഫിന് മുന്നേറ്റം. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ 43 സീറ്റുകളിൽ എൽഡിഎഫാണ് മുന്നിൽ. കൊല്ലത്തും കോഴിക്കോടും എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. തൃശൂരിലും കൊച്ചിയിലും ഒപ്പത്തിനൊപ്പം. കണ്ണൂരിൽ യുഡിഎഫ് മുന്നേറുകയാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 11 എൽഡിഎഫും 3 യുഡിഎഫും മുന്നിലാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 494 എൽഡിഎഫാണ് മുന്നിൽ. 381 പഞ്ചായത്തുകളിലാണ് യുഡിഎഫ് മുന്നേറുന്നത്. എൻഡിഎ 25 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നേറുന്നുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സംസ്ഥാനത്ത് 86 മുനിസിപ്പാലിറ്റികളിൽ 41 യുഡിഎഫും 39 എൽഡിഎഫുമാണ് മുന്നേറുന്നത്. ബിജെപി സഖ്യത്തിന് 2 മുനിസിപ്പാലിറ്റികളിൽ മുൻതൂക്കമുണ്ട്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 106 എൽഡിഎഫും 45 യുഡിഎഫും ഭരണത്തിലേക്ക് അടുക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽഡിഎഫ് മുന്നേറ്റം. ആകെയുള്ള 100 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 34 സീറ്റിലാണ് എൽഡിഎഫ് മുന്നേറുന്നത്. 23 സീറ്റുകളോടെ ബിജെപി രണ്ടാം സ്ഥാനത്തും 6 സീറ്റിൽ യുഡിഎഫും മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫ് മുന്നേറ്റമാണ്. 26ൽ 18 എൽഡിഎഫ് മുന്നേറുന്നു. എക്കാലവും എൽഡിഎഫിനെ പിന്തുണച്ചിട്ടുള്ള കൊല്ലം ഇത്തവണയും അതേ രീതിയിൽ പിന്തുടരുന്ന ഫലങ്ങളാണ് പുറത്തുവരുന്നത്. കൊല്ലം കോർപ്പറേഷനിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുമുന്നണി വ്യക്തമായ ലീഡ് നേടി. വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നീരജ് ലാൽ തത്സമയം ചേരുന്നു. ഹലോ നീരജ്, കേൾക്കാമോ? ഹലോ, കേൾക്കാം. നീരജ്, എന്താണ് ജില്ലയിൽ യുഡിഎഫിന്റെ സ്ഥിതി? പഞ്ചായത്തുകളിൽ എൻഡിഎക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിടത്തോളം കൊല്ലം ജില്ലയിൽ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിലും ഇടതു തരംഗം തുടരുന്നുവെന്ന് പറയാം. അതേസമയം ബിജെപി ശക്തമായ മുന്നേറ്റം തന്നെ നടത്തിയിട്ടുമുണ്ട്. ഫലം അറിഞ്ഞിടത്തോളം കൊല്ലം കോർപ്പറേഷനിൽ 55 ഡിവിഷനുകളിൽ 51 ഫലങ്ങളാണ് ഇതുവരെ അറിഞ്ഞത്. ഇതിൽ 39 ഡിവിഷനുകളിലും എൽഡിഎഫും 9 ഡിവിഷനുകളിൽ യുഡിഎഫും വിജയിച്ചു. 6 എൻഡിഎ വിജയിച്ചിരിക്കുന്നു. എസ്ഡിപിഐ ഒരു സീറ്റ് നിലനിർത്തിയിട്ടുമുണ്ട്. 2015 തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന എൻഡിഎ നില വളരെയധികം മെച്ചപ്പെടുത്തി. അതേസമയം അടി കിട്ടിയത് യുഡിഎഫിനാണെന്ന് പറയാം. കഴിഞ്ഞ തവണ 15 സീറ്റാണ് യുഡിഎഫ് കൊല്ലം കോർപ്പറേഷനിൽ നേടിയിരുന്നത്. പൊതുവിൽ യുഡിഎഫിന്റെ നഷ്ടം എൻഡിഎയുടെ നേട്ടമായി എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നന്ദി നീരജ്, വിവരങ്ങൾ തന്നതിന് നന്ദി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിന് മുന്നേറ്റം. എൽഡിഎഫ് 10 സീറ്റുകളിലും യുഡിഎഫ് 5 സീറ്റുകളിലും മുന്നേറുന്നു. ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിൽ 25 എൽഡിഎഫും 16 യുഡിഎഫും മുന്നേറുന്നുണ്ട്. 25 പഞ്ചായത്തുകളിലാണ് എൽഡിഎഫ് ലീഡ് ചെയ്യുന്നത്. ഇനി മധ്യകേരളത്തിലെ വിവരങ്ങളുമായി കൃഷ്ണ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ 21 എൽഡിഎഫിന് മുന്നേറ്റം. യുഡിഎഫ് 2 മുന്നേറുകയാണ്. ജില്ലയിലെ 72 ഗ്രാമപഞ്ചായത്തുകളിൽ 45 എൽഡിഎഫ് മുന്നിലാണ്. 21 പഞ്ചായത്തുകളിലാണ് യുഡിഎഫിന് മുന്നേറ്റമുള്ളത്. എൻഡിഎ ഒരു ഗ്രാമപഞ്ചായത്തിൽ ലീഡ് ചെയ്യുകയാണ്. 6 മുനിസിപ്പാലിറ്റികളിൽ 3 എൽഡിഎഫ് ലീഡ് ചെയ്യുമ്പോൾ 3 നഗരസഭകളിൽ യുഡിഎഫ് ലീഡ് ചെയ്ത് ഒപ്പത്തിനൊപ്പമാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 8 സീറ്റുകളിൽ യുഡിഎഫ് മുന്നിൽ, 8 സീറ്റുകളിൽ എൽഡിഎഫ് മുന്നേറുന്നു. ജില്ലയിലെ 52 ഗ്രാമപഞ്ചായത്തുകളിൽ 29 യുഡിഎഫും 21 എൽഡിഎഫും ലീഡ് ചെയ്യുകയാണ്.
കേരള കോൺഗ്രസ് പോരാട്ടത്തിൽ ശ്രദ്ധേയമായ കോട്ടയം ജില്ലയിൽ എൽഡിഎഫിന് മുന്നേറ്റം. പാലാ നഗരസഭയിൽ 6 എൽഡിഎഫും 3 യുഡിഎഫും മുന്നേറുകയാണ്. മറ്റ് 5 മുനിസിപ്പാലിറ്റികളിൽ 3 എൽഡിഎഫിന് അനുകൂലമായപ്പോൾ 2 നഗരസഭകളിൽ യുഡിഎഫ് മുന്നേറുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ 14 എൽഡിഎഫ് മുന്നിലാണ്. യുഡിഎഫ് 7 ലീഡ് ചെയ്യുന്നു. വീണ്ടും ലിൻസയിലേക്ക് മടങ്ങാം. എറണാകുളം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 31 യുഡിഎഫും 28 എൽഡിഎഫും ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷനിലെ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ 1 വോട്ടിന് പരാജയപ്പെടുത്തി എൻഡിഎ സ്ഥാനാർത്ഥി വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 15 യുഡിഎഫ് മുന്നേറുന്നു. 8 എൽഡിഎഫ് ലീഡാണ്. എറണാകുളത്തെ 82 ഗ്രാമപഞ്ചായത്തുകളിൽ 51 യുഡിഎഫും 27 എൽഡിഎഫും മുന്നേറുന്നു. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ 2020 സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ച തൃശൂർ കോർപ്പറേഷനിൽ ഇരുമുന്നണികളും 20 സീറ്റോടെ ഒപ്പത്തിനൊപ്പം. ജില്ലയിലെ 86 പഞ്ചായത്തുകളിൽ 61 ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് നമ്മോട് ചേരുന്നു. ഹലോ ഭരിത. ഹലോ. കോർപ്പറേഷനിലെ മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട ബിജെപിയുടെ നില എന്താണ്? എത്ര വാർഡുകളിലാണ് എൻഡിഎ സഖ്യത്തിന് ലീഡുള്ളത്? തൃശൂർ കോർപ്പറേഷനിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള ഒരു ലീഡാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാനായത്. രാവിലെ 8 മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ എൻഡിഎക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും കൂട്ടംകുളങ്ങരയിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി നമ്മുടെ യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയം കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവിടെ തോൽവിയിലെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് നഗരസഭകളിലേക്ക് കടക്കുമ്പോൾ ചാവക്കാട് അതുപോലെ ഗുരുവായൂർ നഗരസഭകളെല്ലാം ഇപ്പോൾ എൽഡിഎഫിന് അനുകൂലമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. യുഡിഎഫ് ചാലക്കുടി ഭാഗത്ത് തൂത്തുവാരിയിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. കൊടുങ്ങല്ലൂർ നേരിയ ഭൂരിപക്ഷത്തിലാണ് എൽഡിഎഫ് ലീഡ് ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യുഡിഎഫിനാണ് മുന്നേറ്റം. ഭരണകക്ഷിയായ എൻഡിഎ ഒരിടത്ത് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ 30ൽ 26 എൽഡിഎഫും 3 യുഡിഎഫും ലീഡ് ചെയ്യുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫ് മുന്നേറ്റം. ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിൽ 72 യുഡിഎഫാണ് മുന്നിൽ. 15 പഞ്ചായത്തുകളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. 12 മുനിസിപ്പാലിറ്റികളിൽ 9 യുഡിഎഫ് ലീഡ് ചെയ്യുമ്പോൾ 2 നഗരസഭകളിൽ എൽഡിഎഫ് മുന്നിലുണ്ട്. നിലമ്പൂരിൽ ആദ്യമായി ബിജെപി അക്കൌണ്ട് തുറന്നു. ശക്തമായ പോരാട്ടം നടന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ എൽഡിഎഫിനാണ് മുൻതൂക്കം. എൽഡിഎഫ് 45 സീറ്റിൽ മുന്നേറുന്നു. 14 സീറ്റുമായി യുഡിഎഫ് 2ാം സ്ഥാനത്താണ്. ബിജെപി 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിൽ 43 എൽഡിഎഫും 25 യുഡിഎഫും മുന്നേറുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിനാണ് മുന്നേറ്റം. വയനാട് ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്തുകളിൽ 15 യുഡിഎഫ് ഭരണത്തോടടുക്കുന്നു. 8 പഞ്ചായത്തുകളിലാണ് എൽഡിഎഫ് മുന്നേറ്റം. ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പമാണ്. 3 മുനിസിപ്പാലിറ്റികളിൽ 2 എൽഡിഎഫും 1 എൽഡിഎഫും ലീഡ് ചെയ്യുന്നു. ഉത്തര മലബാറിൽ എല്ലാ മുന്നണികളും നേർക്കുനേർ പോരാട്ടം നടത്തിയ കണ്ണൂർ കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി എൻഡിഎ അക്കൌണ്ട് തുറന്നു. പള്ളിക്കുന്ന് ഡിവിഷനിലെ ബിജെപി സ്ഥാനാർത്ഥി വി കെ ഷൈജുവാണ് വിജയിച്ചത്. 27 സീറ്റുകളിൽ എൽഡിഎഫും 13 സീറ്റുകളിൽ യുഡിഎഫും മുന്നേറുന്നു. ബിജെപി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന കാസർഗോഡ് ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ 17 എൽഡിഎഫ് മുന്നേറ്റമാണ്. 14 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന കല്യോട്ട് വാർഡ് യുഡിഎഫ് പിടിച്ചെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥി CM ഷാസിയയാണ് 500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. 6 പഞ്ചായത്തിൽ എൻഡിഎ ലീഡ് ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. രാജ്യം ഇന്ന് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയം ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ദേശീയ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം 4 ദീപശിഖകൾ തെളിയിച്ചു. വിജയസൂചകമായി തയ്യാറാക്കിയ സ്വർണിം വിജയ് വർഷ് എന്ന ലോഗോ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അനാച്ഛാദനം ചെയ്തു. ഇന്ത്യൻ സൈനികർ ധീരതയുടെ പുതിയ അധ്യായം കുറിച്ച യുദ്ധമായിരുന്നു ഇതെന്ന് രാജ്യരക്ഷാ മന്ത്രി ട്വീറ്റിൽ പറഞ്ഞു. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.21%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 34,000-ഓളം പേർ കോവിഡ് രോഗമുക്തരായി. 94,56,000-ഓളം പേർ ഇതുവരെ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് 3,32,000-ഓളം പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ ആശങ്കകൾ അകറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മുന്നേറ്റം. 494 പഞ്ചായത്തുകളിൽ ലീഡുമായി എൽഡിഎഫ്. 381 പഞ്ചായത്തുകളിൽ യുഡിഎഫിന് മേൽക്കൈ. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം. പാലക്കാട് പന്തളം മുനിസിപ്പാലിറ്റികളിൽ എൻഡിഎയ്ക്ക് ലീഡ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഖ്യം 2ാം സ്ഥാനത്ത്. രാജ്യം ഇന്ന് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയം ആഘോഷിക്കുന്നു. ജീവത്യാഗം ചെയ്ത സൈനികർക്ക് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാ മന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വോട്ടെണ്ണലിനോടനുബന്ധിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി 2:50 കേൾക്കാം.